നമുക്ക് ഏതൊക്കെ സിറംസ് റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ നയാസിനമൈഡ് ആണ്. നയാസിനമൈഡ് സിറം റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ആൻസർ യെസ്. നിങ്ങൾക്ക് നയാസിനമൈഡ് റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ജെന്റിൽ ക്ലെൻസർ കൊണ്ട് മുഖം കഴുകണം. ഫ്രഷ് ആയിട്ടുള്ള മുഖത്തോട്ട് വേണം ഈ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഫേസ് വാഷ് ഇട്ട് കഴുകുക, അതിനുശേഷം നയാസിനമൈഡ് ഇടുക. നയാസിനമൈഡ് ഇട്ട ശേഷം വേണം റെറ്റിനോൾ ഇടാൻ, അതിനുശേഷം മോയ്സ്ചറൈസേഷൻ. റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി ബെനിഫിറ്റ് ആണുള്ളത്. കാരണം റെറ്റിനോൾ കൊണ്ട് ഉണ്ടാകുന്ന ഡ്രൈനെസ്സും ഇറിറ്റേഷൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വൈറ്റമിൻ സി ആണ്. സോ വൈറ്റമിൻ സി റെറ്റിനോളുടെ കൂടെ വൈറ്റമിൻ സി റെറ്റിനോളും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അതിന്റെ pH ലെവലിലൊക്കെ ഡിഫറൻസ് വരും. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ വൈറ്റമിൻ സിയും റെറ്റിനോളും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം. വൈറ്റമിൻ സിയുടെ pH എന്ന് പറഞ്ഞാൽ കുറച്ച് അസിഡിക് ആണ്. ഡേ ടൈമിൽ യൂസ് ചെയ്യുക, സൺസ്ക്രീനിന്റെ കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോഴാണ് അതിന്റെ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ നമുക്ക്. വൈറ്റമിൻ സി നിങ്ങൾ എപ്പോഴും ഡേ ടൈമിൽ യൂസ് ചെയ്യുക, നോട്ട് ഇൻ നൈറ്റ് ടൈം. നെക്സ്റ്റ് ഇപ്പോൾ വൈറ്റമിൻ സി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്റെ pH മാറിപ്പോവാണ്. ഇതിന്റെ pH പഴയ പോലെ വരാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കണം. ആ ഒരു pH ലെവൽ ബാലൻസ് ആയിട്ട് വേണം നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്തിട്ട് വേണം വൈറ്റമിൻ സിയും റെറ്റിനോൾ യൂസ് ചെയ്യാൻ. നല്ലൊരു കോംബോ ആണ് വൈറ്റമിൻ സിയും സൺസ്ക്രീനും. അപ്പോൾ നിങ്ങൾ ഡേ ടൈമിലോട്ട് വൈറ്റമിൻ സി സിറംസ് യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിൽ യു കൻ യൂസ് നയാസിനമൈഡ്. ഞാൻ പറഞ്ഞ പോലെ നയാസിനമൈഡ് ഓക്കെയാണ് റെറ്റിനോളിന്റെ കൂടെ പെയർ ചെയ്യാൻ. വൈറ്റമിൻ സിയും ഓക്കെ ആണ്, പക്ഷേ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അത് കൂടുതൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിവതും റെറ്റിനോളിന്റെ കൂടെ പെയർ ചെയ്യാതെ ഇരിക്കുക കേട്ടോ. സോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഡേ ടൈമിൽ ഈ സിറംസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ രാത്രി നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് പെയർ. ഈ ഒരു ആസിഡുകളൊന്നും റെറ്റിനോളായിട്ട് കമ്പൈൻ ചെയ്ത് ഇടരുത്. അത് നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, റാഷസ് ഉണ്ടാക്കാം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു കാര്യമാണ് ഹൈലറോണിക് ആസിഡ്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് സിറം നിങ്ങൾക്ക് റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ബെസ്റ്റ് പ്രൊഡക്റ്റ്. റെറ്റിനോളുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസിഡ് ആണ് കേട്ടോ ഹൈലറോണിക് ആസിഡ് സിറം. ലൈക്ക് ആൽഫ ആർബ്യൂട്ടിൻ സിറം. ആൽഫ ആർബ്യൂട്ടിൻ സിറം റെറ്റിനോളുമായിട്ട് പെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ആൻസർ ഈസ് യെസ്, പെയർ ചെയ്യാം. പക്ഷേ അഗെയിൻ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ രണ്ടും പെയർ ചെയ്യരുത്. പെപ്റ്റൈഡ്സ് നിങ്ങൾക്ക് റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം. പെപ്റ്റൈഡ്സ് നിങ്ങളുടെ സ്കിന്നിന്റെ കൊളാജൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ റിങ്കിൾസും കാര്യങ്ങളൊക്കെ അവർക്ക് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ പെപ്റ്റൈഡ്സും റെറ്റിനോളും പെയർ ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബേസിക്കലി കൊളാജൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകളൊക്കെ നിവർത്താനായിട്ട് റെറ്റിനോളുടെ കൂടെ തന്നെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കോജിക് ആസിഡ്. കോജിക് ആസിഡ് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിലെ ഡാർക്ക്നെസ് പിഗ്മെന്റേഷൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ കോജിക് ആസിഡും റെറ്റിനോൾസ് ഒന്നും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഡ്രൈനസ് ഉണ്ടാക്കാം. സോ ഇത് രണ്ടും ഭയങ്കര കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് രണ്ടും മിക്സപ്പ് ചെയ്യാണ്ടിരിക്കുക, ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട. സ്നെയിൽ മ്യൂസിൻ. അപ്പോൾ സ്നെയിൽ മ്യൂസിൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെറ്റിനോൾസിന്റെ കൂടെ യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്നെയിൽ മ്യൂസിന്റെ കൂടെ റെറ്റിനോൾ യൂസ് ചെയ്യാം. കാരണം ഇത് നമ്മുടെ ബാരിയറിനെ റിപ്പയർ ചെയ്യുന്ന കുറേ ഘടകങ്ങൾ ഇതിലുണ്ട്. ഹ്യൂമെക്റ്റൻസ് ഉണ്ട്, സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, ബാരിയർ റിപ്പയർ ചെയ്യും. സോ നിങ്ങൾ റെറ്റിനോളിന്റെ കൂടെ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ അത്രയും നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കും, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, ഇറിറ്റേഷൻസ് ഒക്കെ വളരെ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ സ്നെയിൽ മ്യൂസിനും റെറ്റിനോൾ